എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ മൊജീനോ ഗ്യാങ്ങിലെ രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ ഫ്യൂഡൽ നാടുമായിട്ട് മീറ്റിംഗ് നടക്കുന്ന ആ ഒരു മാൻഷൻ അതങ്ങനെ സ്കെച്ച് ചെയ്ത് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ ആണെങ്കിൽ ആ ചിന്നപ്പയ്യന്റെ കയ്യില് പെട്ട് കിടക്കാണ്. അവൻ ബൊറൂട്ടോയെ കൊണ്ട് അവന്റെ ക്ലൗൺ ജിപ്സു, ട്രാൻസ്ഫർമേഷൻ ജിപ്സു എന്നിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ബൊറൂട്ടോയും അവന്റെ ക്ലൗൺസിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ആദ്യം ആ പയ്യന് ബൊറൂട്ടോയുടെ പവറൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം തോന്നും. അതിനുശേഷം അവനാണെങ്കിൽ ഇപ്പൊ നറൂട്ടോയെ കമ്പയർ ചെയ്ത് ബൊറൂട്ടോയെ കളിയാക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര വാശിയാവും. അവനാണെങ്കിൽ സെക്സു ജിപ്സും ഒക്കെ കാണിച്ച് ആ ചിന്ന പയ്യനെ ഇംപ്രസ് ചെയ്യാൻ നോക്കും. അപ്പോഴായിരിക്കും ചിന്ന പയ്യൻ അവൻ അത്രയും നാളും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്സ് ഒക്കെ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കാം. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ആയിട്ടും പ്രീഷ്യസ് ആയിട്ടുള്ള കുറെ കാർഡ്സ് അവന്റെ കളക്ഷനിലുണ്ട്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഓ മൈ ഗോഡ്, നിന്റെ കയ്യില് ഇത്രയും കാർഡ്സ് ഒക്കെ ഉണ്ടോ? ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ നീ എന്റെ പപ്പയുടെ കാർഡിന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ബൊറൂട്ടോ ആണെങ്കിൽ വീണ്ടും ആവേശത്തോടു കൂടെ അതിന്റെ ഓരോ പേജുകളായിട്ട് മറിക്കും. അപ്പോഴായിരിക്കും അവൻ അന്വേഷിച്ച് നടന്ന ഒരുപാട് റെയർ കാർഡ്സ് ഒക്കെ ആ ബുക്കില് അവൻ കാണുക. ഉടനെ ചിന്നപ്പയ്യൻ ചോദിക്കും, എന്തു പറ്റി? നിനക്ക് ആ കാർഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നിനക്ക് ആ കാർഡ്സ് മുഴുവൻ ഞാൻ ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് നീ നിഞ്ചിപ്സു അത് പഠിപ്പിച്ചു തരണം. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അയ്യോ ഇല്ല ഇല്ല, എനിക്ക് ഈ കാർഡ്സ് ഒന്നും വേണ്ട, ജിപ്സോ ഒന്നും എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല എന്ന് അവൻ തീർത്ത് പറയും. പക്ഷെ ചിന്നപ്പയ്യനാണെങ്കിൽ വിടാതെ ഇപ്പൊ ബൊറൂട്ടോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും അവനെല്ലാം പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുകയാണ്. സോ ഒരു കാരണവശാലും അവനെ വെറുതെ വിടരുത്, ഒരു പാഠം പഠിപ്പിക്കണം. അവന്റെ അഹങ്കാരം അത് കുറയ്ക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ നെഞ്ചിപ്സു അവന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവും. കട്ട് ചെയ്ത നറൂട്ടോയും ഷിക്കമരും ഒക്കെ ചേർന്ന് ഫ്യൂഡലാടുമായിട്ടുള്ള ആ മീറ്റിംഗ് അതങ്ങനെ മുൻപോട്ട് പോവാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ചിന്നപ്പയ്യനെ കൂട്ടിക്കൊണ്ട് വന്ന് അവനാണെങ്കിൽ ഇപ്പൊ ഷുരീംഗം പ്രാക്ടീസ് കൊടുക്കുകയാണ്. ആ പയ്യനാണെങ്കിൽ ഒരുപാട് നേരം ട്രൈ ചെയ്യും. പക്ഷെ അവന്റെ ഒരു ഷുരീംഗം പോലും കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ കൊള്ളില്ല. ഉടനെ അവൻ പറയും, ആക്ച്വലി ഞാൻ ഈ എക്സ് കാർഡ് കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പോലുള്ള നിഞ്ചകളുടെ പവർ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അവരോട് ആദ്യം എനിക്ക് ആരാധനയും ബഹുമാനമാണ് തോന്നിയത്. പിന്നീട് അവരെ പോലെ ആവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതിന് ബൊറൂട്ടോ പറയും, ഉറപ്പായാലും നിന്നെ കൊണ്ടാവാൻ കഴിയും. നീ പ്രതീക്ഷ കൈവിടാതെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നിനക്കും ഞങ്ങളെപ്പോലെ നല്ലൊരു ഷിനോബി ആവാം. ഉടനെ ബൊറൂട്ടോയ്ക്കാണെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നും. അപ്പോഴായിരിക്കും ആ ചിന്നപ്പയ്യന്റെ അസിസ്റ്റന്റ് ആൾ അവിടേക്ക് വരിക. ആൾ ടെൻഷനായിട്ട് ഇപ്പൊ ബൊറൂട്ടോട് പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നിന്നെ അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ബോഡി ഗാർഡായിട്ട് അയച്ചതല്ലേ? നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ അവന് പ്രൊഹിബിറ്റഡ് ആണ്. അതിനാ ചിന്നപ്പയ്യൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ബൊറൂട്ടോ ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്. ചിന്നപ്പയ്യനാണെങ്കിൽ ഇപ്പൊ അസിസ്റ്റന്റ് അപ്പാപ്പനെ ഒരു വിധത്തില് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അതിനുശേഷം വീണ്ടും ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പോഴായിരിക്കും ആ അസിസ്റ്റന്റ് ബൊറൂട്ടോട് പറയാ, ആക്ച്വലി ഫ്യൂഡൽ ആർഡിന് അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒട്ടും സമയമില്ലായിരുന്നു. സോ അദ്ദേഹം കൊടുത്ത ഏക ഗിഫ്റ്റ് ആ ക്രെഡിറ്റ് കാർഡാണ്. അവന്റെ ഒറ്റപ്പെടലിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതുപോലുള്ള എക്സ് കാർഡ്സ് അത് വാങ്ങി അവൻ കളിക്കാനായിട്ട് ആരംഭിച്ചത്. അവൻ ആ എക്സ് കാർഡ് ടൂർണമെന്റിൽ പോലും പ്രൈസ് വാങ്ങി. അപ്പോഴും അവന്റെ ഏക ലക്ഷ്യം അവന്റെ പപ്പയുടെ അറ്റൻഷൻ ആയിരുന്നു. ഇതുവരെ അവന്റെ പപ്പയുടെ അറ്റൻഷനോ സ്നേഹമോ ഒന്നും തന്നെ അവന് കിട്ടിയിട്ടില്ല. ഇതൊക്കെ തന്നെ അവൻ ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രമാണ്. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചിന്നപ്പയ്യൻ അവൻ ട്രെയിനിങ് എടുത്തെടുത്ത് ഇപ്പൊ ഷുരീങ്കൻ അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ആ പോയിന്റിൽ തന്നെ കൃത്യം കൊള്ളിക്കാണ്. അവൻ ഓടി വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ ഹഗ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് പോവും. അപ്പൊ അതേ സമയം ആ അസിസ്റ്റന്റ് ആളുടെ അടുത്തേക്ക് ഇപ്പൊ ആരൊക്കെയോ ചേർന്ന് വരും. ബൊറൂട്ടോയും ചിന്നപ്പയ്യനും ആണെങ്കിൽ ഇപ്പൊ ആ കാർഡ്സ് ഒക്കെ വെച്ച് കളിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ കാർഡ്സ് കളിയിൽ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ പറയും, ഏറ്റവും വലിയ ആഗ്രഹം എന്റെ പപ്പ എന്നെ മനസ്സിലാക്കുന്ന ഒരു സമയം വരണം. അദ്ദേഹം എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ഉടനെ ബൊറൂട്ടോയും അത് കേട്ട് ഷോക്കാവും. കാരണം അവന്റെ ആഗ്രഹവും അത് തന്നെയാണ്. അവൻ ആ കാര്യം ഇപ്പൊ കുഞ്ഞിപ്പയ്യനോട് പറയും, നിന്നെപ്പോലെ തന്നെയാണ് എനിക്കും വലുതാവുമ്പോ ആ സാസുകയെ പോലെ ആവണം. എന്റെ പവറൊക്കെ കണ്ട് എന്റെ പപ്പ അദ്ദേഹം ഇംപ്രസ്ഡ് ആവണം. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോടെ ആ ഒരു എക്സ് കാർഡ് അതിപ്പോ അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ കാർഡ് കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അതിനുശേഷം നമ്മുടെ ബൊറൂട്ടോയും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സായി ഡെയിലി ട്രെയിനിങ്ങും പ്രാക്ടീസ് ഒക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പയ്യന് അവൻ
അവന് തിരികെ പോകേണ്ട സമയമായി. അപ്പൊ ലോങ് ഷോട്ടില് ആ കുഞ്ഞിപ്പയ്യന്റെ അസിസ്റ്റന്റ് ആൾക്കാണെങ്കിൽ എന്തൊക്കെയോ ചേഞ്ച്, ആളിപ്പോ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ നടന്നു പോവും. മൊജീനോ ഗ്യാങ്ങിലുള്ള ആ വില്ലന്മാര് അവര് അസിസ്റ്റന്റിന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് ഇപ്പൊ അവനായിട്ട് ട്രാൻസ്ഫർമേഷൻ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ട്രാൻസ്ഫർമേഷനായ ആ വില്ലൻ അവനാണെങ്കിൽ അസിസ്റ്റന്റിന്റെ രൂപത്തില് ആ ചിന്നപ്പയ്യന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞി പയ്യനോട് ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവനൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വരും. നിങ്ങൾ വിചാരിക്കും പോലൊന്നും അല്ല ആ ഫ്യൂഡൽ ലാർഡിന്റെ മകൻ. അവൻ ആക്ച്വലി പാവം പയ്യനാണ്. അങ്ങനെ അവർ കാഷ്വലായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് മാസ്റ്റർ കൊനാമാരുടെ അടുത്തേക്ക് വരികയാണ്. ആളാണെങ്കിൽ ബ്യൂറോസും അലമാരയൊക്കെ അരിച്ചു പെറുക്കി ഒരു പ്രത്യേക സ്ക്രോള് അത് നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് എടുത്തു വെക്കും. നിങ്ങൾക്കിപ്പോ പുതിയൊരു മിഷൻ ഞാൻ തരാൻ പോവാണ്. ആദ്യമായിട്ട് ഒരു ബി റാങ്ക് മിഷൻ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ ഹാപ്പി ആയിട്ട് പരസ്പരം നോക്കും. കൊനാമാര് പറയും, നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഇതിനോടകം ഒരുപാട് മിഷൻസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഗൗരവമുള്ള ഒരു മിഷൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഒരു കാര്യം മറക്കരുത്, ഒരു കാരണവശാലും നിങ്ങളുടെ ഗാർഡ് അത് ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല. അതിന് നമ്മുടെ ആൾക്കാർ ഓക്കെ പറഞ്ഞ് അവര് മിഷന് തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് ഫ്യൂഡൽ ലാർഡ് ആളാണെങ്കിൽ ഇപ്പൊ തിരികെ പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ചിന്ന പയ്യൻ കളക്ട് ചെയ്ത കാർഡ്സ് അതാണെങ്കിൽ ഇപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് അറേഞ്ച് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഫ്യൂഡൽ ലാർഡ് ആളതുകൊണ്ട് ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും വാരിക്കെട്ടി ഗ്രാമത്തിലേക്ക് പോകാനായിട്ട്, ഇതൊക്കെ ഇവിടെ തന്നെ കളഞ്ഞേക്കെന്ന് ആളിപ്പോ തീർത്തു പറയും. ഫ്യൂഡൽ ലാർഡ് ആണെങ്കിൽ ആളുടെ മകനെ കണ്ട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാൻ പുറത്തേക്ക് പോകും. അപ്പൊ അതേസമയം ചിന്നപ്പയ്യനും അവന്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ഇപ്പൊ കാട്ടിലൂടെ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ തൊട്ടു പിന്നിലായിട്ട് ഒരു വില്ലൻ അവൻ അവിടേക്ക് വരും. അതിനുശേഷം ആ ചിന്നപ്പയ്യന്റെ തലക്കടിച്ച് ബോധം കെടുത്തി അവരവിടുന്ന് കടത്തിക്കൊണ്ട് പോവാണ്. ഇവിടെ ഫ്യൂഡൽ ലാർഡ് ആണെങ്കിൽ ചിന്നപ്പയ്യനെയും ആ അസിസ്റ്റന്റിനെയും അവരെ രണ്ടുപേരെയും കാണാനില്ല എന്നറിഞ്ഞ് ഇപ്പൊ ആകെ ഷോക്കാവും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് നടന്നു പോവാണ്. അവന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബി റാങ്ക് മിഷൻ അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അവൻ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്ന് ഹാപ്പി ആയിട്ട് ആ കാര്യം പറഞ്ഞ് ഇപ്പൊ പോക്കറ്റിൽ കൈയിടുമ്പോഴായിരിക്കും ചിന്നപ്പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന ആ റെയർ എക്സ് കാർഡ് അതിപ്പോ അവന്റെ പോക്കറ്റിൽ നിന്ന് അവന് കിട്ടുക. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു എന്ന് ആലോചിക്കും. അപ്പൊ അവന് പിടികിട്ടും. ബൊറൂട്ടോയുടെ ശ്രദ്ധയിൽ പെടാതെ ആ ചിന്നപ്പയ്യൻ അവനായിട്ട് അത് ബൊറൂട്ടോയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തതാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ കാർഡ് തിരികെ കൊടുക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരും. അപ്പോഴായിരിക്കും ഫ്യൂഡൽ ലാർഡും ആളുടെ അസിസ്റ്റന്റും പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുക. ഫ്യൂഡൽ ലാർഡ് ദേഷ്യപ്പെട്ട് പറയും, അവനെ കാണുന്നില്ലെന്നോ, അവന്റെ ബോഡി ഗാർഡ് അവിടെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് അവരുടെ രണ്ടുപേരുടെയും കണ്ണു വെട്ടിച്ച് അവനെ എവിടേക്ക് കൊണ്ടുപോയി. ആ മൊജീനോ ഗ്യാങ് അവരായിരിക്കോ ഇതിന് പിന്നിൽ നിന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഫ്യൂഡൽ ലാർഡ് ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ ആ ന്യൂസ് കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ഉടനെ ആ അസിസ്റ്റന്റ് പറയും, അതെ മൊജീനോ ഗ്യാങ്ങിലുള്ളവർ തന്നെയാണ് അവനെ തട്ടിക്കൊണ്ടുപോയത്. അവർക്ക് 500 മില്യൺ പണം ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ ടീംമേറ്റ്സിനെ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. ഫ്യൂഡൽ ലാർഡ് ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ആ ക്രിമിനൽസിനെ പുറത്തേക്ക് വിടാൻ എനിക്കാവില്ല. വേണമെങ്കിൽ അവർ ചോദിച്ച 500 മില്യൺ പണം അത് നമുക്ക് കൊടുക്കാം. പക്ഷെ മിജുന ഗ്യാങ്ങിലുള്ള ഒരാളെ പോലും തുറന്നു വിടാനോ ഞാൻ തയ്യാറല്ല. ഈ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഈ ഗ്രാമത്തിലെ ഹൊക്കാഗ നറൂട്ടോ അവൻ അറിയരുത്. നമുക്കിടയിൽ ഏതോ ഒരു സ്പൈ ഉണ്ട്. ഈ ന്യൂസ് ലീക്കായ അതെന്റെ മകന്റെ ജീവൻ ആപത്താണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാറടെ കാണിക്കും. അവളാണെങ്കിൽ കണ്ണൊക്കെ അടച്ച് ഷൂരിംഗ് ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈം ബൊറൂട്ടോ അവിടേക്ക് വരും. അവൻ ജനൽ ലോക്ക് ചെയ്ത് അവളോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു മിഷന് പോകണം. സോ ഈ ഒരു ബി റാങ്ക് മിഷന് ഞാൻ ഉണ്ടാവില്ല. സാറടയ്ക്കാണെങ്കിൽ ബൊറൂട്ടോയുടെ സംസാരം അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ മറ്റെന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന്. അവള് പ്രത്യേകിച്ചൊന്നും പറയില്ല. അവനോട് ഓക്കെ പറഞ്ഞ് ബൊറൂട്ടോയെ പറഞ്ഞയക്കും. കട്ട് ചെയ്ത ആ ചിന്നപ്പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ആ വില്ലന്മാര് കെട്ടിയിട്ടിരിക്കുകയാണ്. ഉടനെ ആ വില്ലനാണെങ്കിൽ ഇപ്പൊ അസിസ്റ്റന്റിന്റെ ഫേസ് മാറ്റി അവന്റെ റിയൽ രൂപത്തിലേക്ക് വരും. ഞാനാണ് മൊജീനോ ഗ്യാങ്ങിന്റെ ലീഡർ. നിന്റെ അസിസ്റ്റന്റ് അവനെ കൊന്നു കളഞ്ഞ് ഞാൻ അവന്റെ രൂപത്തിലേക്ക് മാറിയതാണ്. ഞങ്ങളുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചാൽ മാത്രമേ നിനക്ക് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ പറ്റൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിഡൻ ലീഫ് വില്ലേജിലെ ആ ഒരു റോക്ക് നിഞ്ച അവനാണെങ്കിൽ ലീഫ് വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അപ്പോ കറക്റ്റായിട്ട് ആ ഓജോ ഗ്യാങ്ങിന് അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോ കറക്റ്റ് ആയിട്ട് അവനെ കണ്ടുപിടിച്ച് ഒരു കത്തി എടുത്ത് അവന്റെ കഴുത്തിൽ വെക്കും. അടുത്ത സീനിൽ ഇപ്പൊ സാറടെ ആണെങ്കിൽ ബൊറൂട്ടോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും
മീറ്റ്സികയെ അറിയിക്കും. കട്ട് ചെയ്ത ആ വില്ലൻ അവനാണെങ്കിൽ ചിന്ന പയ്യനെ അവനെ പിടിച്ചു വലിച്ച് ആറഞ്ചം പുറഞ്ഞ തല്ലാണ്. അവനിപ്പോ അവന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് വില്ലന്റെ കയ്യിൽ കൊടുക്കും. പക്ഷെ അവനാണെങ്കിൽ അതൊക്കെ കടിച്ചു തുപ്പി വീണ്ടും അവനെ അടിക്കും. വില്ലനാണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അവൻ തെറിച്ചു വന്ന് അടിച്ചു വീഴും. അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന നറൂട്ടോയുടെ എക്സ് കാർഡും ഒരു ശുരിയങ്കനും അത് പുറത്തേക്ക് വീഴാണ്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ശുരിയങ്കനെടുക്കും. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന കെട്ടും കാലില് കെട്ടും ഒക്കെ അഴിച്ച് എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട് വില്ലൻ അവന് ഫുൾ കലിപ്പിളകി അവനെ പിടിച്ചു വലിച്ച് ഇപ്പോ വിഴുങ്ങാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ബൊറൂട്ടോ അവനങ്ങനെ ചാടി വന്ന് ആ വില്ലനെ ചവിട്ടി തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.